ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് ഒരു പുഡിംഗ് ഉണ്ടാക്കാം. അത് എങ്ങനെയാണ് എന്തൊക്കെ ഇടണമെന്ന് നോക്കാം കേട്ടോ. അപ്പോഴേ പാല് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിൽ മറ്റേ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം വേണമല്ലോ. അപ്പോൾ നമുക്ക് 1 2 3 4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ചെറിയ മധുരം മതി. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. എന്താണ് പറയുക, കസ്റ്റാർഡ് പൗഡറിൽ അത് കലക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഉള്ളതാണ്. അതാണ് ഞാനിതിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുണ്ടോ, ഇതാണ് സാധനം. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അടി നല്ലോണം ഇളക്കിയിട്ട് വേണം ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ. ഇല്ല പറഞ്ഞാൽ കട്ടക്കുത്തും. നല്ലോണം നോക്കിയിട്ട് പണിയെടുക്കണം. ഇതൊന്നിങ്ങനെ കുറുകി വരുമ്പോൾ നമ്മൾ വേണ്ട ഇട്ടതും കുറുകിയത് കണ്ടോ. ഇതാണ് കസ്റ്റാർഡ് പൗഡറിൻ്റെ പവർ. ഇതിന് നമുക്ക് ബ്രെഡിൽ വെച്ചിട്ട് ഒന്ന് ചെറു ചൂടാകുമ്പോൾ നമുക്ക് അതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളയ്ക്കട്ടെ. തള വരാതെ നമ്മൾ ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അടുപ്പ് നിർത്തിയിട്ടാണ്. അപ്പോൾ ഇതിനെ ലേശം ഒന്ന് ചൂടാറട്ടെ. ഒരു ചെറു ചൂടിൽ നമുക്ക് ഇത് അതിൽ ബ്രെഡ് വെച്ചിട്ട് ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഇതാക്കാം. അപ്പം മക്കളെ നമുക്കേ ഇതിൽ ഒഴിച്ചിട്ട് ഇതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കാം. എന്താണ് പറയുക, ബദാം പരിപ്പില്ലേ, ബദാം പരിപ്പിനെ പൊടിച്ചതാണ്. അത് ഇതിന് മേലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം. പൊടിച്ചത് ഇത്തിരി പൊടി പോലെ
ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ച് തണുപ്പിച്ചിട്ട് ഇത് കഴിച്ചാൽ ഇനിയും കഴിക്കാൻ തോന്നും. ഇനിയും കിട്ടും, ഇനിയും വേണം, ഇനിയും കഴിക്കണം എന്ന് തന്നെ തോന്നും. ഇത് അണ്ടിപ്പരിപ്പിൻ്റെ സെറ്റാക്കട്ടെ. അപ്പം നമുക്ക് നോക്കാം. ഇങ്ങനെ കണ്ടില്ലേ മക്കളെ, ഇതാണ് കസ്റ്റാർഡ് പൗഡറും കൊണ്ട് ഉണ്ടാക്കിയ ബ്രെഡ് പുഡിങ്. ഇങ്ങനെയാണ് പുഡിങ് ഉണ്ടാക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അയക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.